Kunnath Pharmaceuticals presents Consult. ഞാൻ ഡയബറ്റീസിൽ ഇൻസുലിൻ എപ്പോൾ തുടങ്ങണം? സ്ഥിരമായൊരു ചോദ്യമാണ്. ഇൻസുലിൻ എന്ന കേട്ട മാത്രയിൽ സാധാരണ രോഗികൾക്കൊരു ഞെട്ടലാണ്. ഇൻസുലിൻ ഇഞ്ചക്ഷനല്ലേ? ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കുന്നത് വാക്സിനേഷനും ആൻറ്റിബയോട്ടിക് കുത്തിവയ്പ്പുകളുമാണ്, വേദനയുള്ള ഇഞ്ചക്ഷനുകൾ. പക്ഷേ ഒരു സത്യം പറയട്ടെ, ഇൻസുലിൻ എടുക്കുന്ന എല്ലാവർക്കും ഈ സത്യം അറിയാം. ഒരു വിധത്തിലെ വേദനയും യാതൊരുവിധ വേദനയും നമുക്ക് അനുഭവപ്പെടാത്ത ഒന്നാണ് ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എപ്പോൾ തുടങ്ങണം? പ്രമേഹത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങാം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. പ്രമേഹം അടുത്ത ഘട്ടത്തിൽ എത്തുന്നതിന് മുൻപ് തുടങ്ങാം, അതും വിദഗ്ധ ഡോക്ടറുടെയും ചികിത്സാ സംഘത്തിൻ്റെയും നിർദ്ദേശപ്രകാരം. എപ്പോൾ തുടങ്ങുകയാണെങ്കിലും ഒരു കാര്യം മാത്രം ദയവായി ഓർത്തിരിക്കുക: ഇൻസുലിൻ ആരംഭിക്കുന്നത് വൈകിപ്പോകരുത്. ഗുളികകളുടെ പരമാവധി ഡോസ് എത്തിയ ശേഷമാണ് ഇൻസുലിൻ തുടങ്ങുന്നതെങ്കിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇൻസുലിൻ നിർത്താൻ കഴിയില്ല. രണ്ട്, ഇൻസുലിൻ്റെ ഡോസ് നമുക്ക് കൂടുതലായി വേണ്ടി വരും. എന്നാൽ പോലും പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുവാൻ നമുക്ക് സാധിക്കാതെ വരും. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ ഒരു സ്വാഭാവിക ഹോർമോണാണ്, അതിനെ മരുന്നായി കാണരുത്. പക്ഷേ ഇൻസുലിന് ഒരു പാർശ്വഫലമുണ്ട്, പ്രധാനപ്പെട്ട ഒരു പാർശ്വഫലം. രക്തത്തിലെ പഞ്ചസാര സ്വയം ഗ്ലൂക്കോമീറ്ററിൽ നിരീക്ഷിക്കുവാൻ സാധിക്കാതെ വന്നാൽ അതെടുക്കുന്നതിൻ്റെ പരിപൂർണമായ പ്രയോജനം നമുക്ക് ലഭിക്കുന്നില്ല. ഒന്നുകിൽ പഞ്ചസാര കൂടി നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര കുറഞ്ഞു പോകും. രണ്ടും സംഭവിക്കാൻ പാടില്ല. നമുക്ക് കൃത്യമായിട്ട് രക്തത്തിലെ പഞ്ചസാര കൂടാനും കുറയാനും സാധിക്കാത്ത വിധത്തിൽ അത് നമുക്ക് സ്വീകാര്യമായ ഒരു അളവായിട്ട് നിലനിർത്തുവാൻ രാത്രിയും പകലും സാധിക്കണം. ഇൻസുലിനെ ഭയക്കുകയേ വേണ്ട. നമ്മളെ രക്ഷിക്കുവാൻ പോകുന്ന ഒരു ഔഷധമാണ്, ഹോർമോണാണ് ഡയബറ്റീസിൽ ഇൻസുലിൻ. Kunnath Pharmaceuticals presents Consult.